ഗുഡ് മോർണിംഗ് മക്കളെ. നമുക്ക് എക്സസൈസ് നമ്പർ 5 ചെയ്താലോ? നമ്മുടെ ഏത് ചാപ്റ്റർ ഏതാ? എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിലെ എക്സ്പ്രസ് ദ ഫോളോയിങ് നമ്പേഴ്സ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ്. പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി പ്രൈം നമ്പേഴ്സ് എന്നാണ്? നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 2, 3, 5, 7, 11 അങ്ങനെ പോകും. എന്താണ് അതിന്റെ അർത്ഥം? പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് 1ഉം ആ സംഖ്യ മാത്രമേ ഉള്ളൂ അവരുടെ ഫാക്ടേഴ്സ് ആയിട്ട്, അതായത് അവരുടെ ടേബിളിൽ മാത്രമേ ഉള്ളവർ, വേറെ ആരുടെയും ടേബിളിൽ ഇല്ല. കണ്ടോ, 1 into 2 2, 1 into 3 3, 1 into 5 5, 1 into 7. കണ്ടോ, 1ഉം 7ഉം മാത്രമേ ഉള്ള ഫാക്ടേഴ്സ്. ഇപ്പൊ നമ്മൾ 4 എടുത്തേ. 4 എന്ന് പറഞ്ഞാൽ 1 into ടേബിൾ, 1 into 4 4ന്റെ ടേബിളിലുണ്ട്, 2 into 2ന്റെ ടേബിളിലുണ്ട്. കണ്ടോ, അപ്പൊ അതിന്റെ ഫാക്ടേഴ്സ് 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ ഇവർക്കെന്ന് പറഞ്ഞാൽ തന്നെ അതില്ല. അങ്ങനെയുള്ള നമ്പേഴ്സിന് പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. അപ്പൊ ആ പ്രൈം നമ്പേഴ്സ് മാത്രം ഇട്ട് വേണം നമ്മളിത് ഇതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ. പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നതിന് ഫസ്റ്റ് വൺ ചെയ്യാം, 72. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ പ്രൈം നമ്പേഴ്സ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്, ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മുടെ പ്രൈം നമ്പേഴ്സ് 2ഉം 3ഉം 5ഉം അങ്ങനെ പോവല്ലേ. അപ്പൊ ആദ്യം 2 കൊണ്ട് പറ്റുമോ നോക്കണം. 2 കൊണ്ട് പറ്റുമെന്ന് നമ്മൾ എങ്ങനെ അറിയുന്നത്? ഇവിടെ ഫാക്ടറൈസ് ചെയ്യുന്ന ഡിവൈഡ് ചെയ്യുക എന്ന് തന്നെയാണ് കേട്ടോ അർത്ഥം. അപ്പൊ നമ്മൾ 72നെ ഡിവൈഡ് ചെയ്യണം. ഏതുകൊണ്ട്? 2 കൊണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. 2 6 കണ്ടോ, 36 എന്ന് കിട്ടിയില്ലേ? നമ്മൾ അങ്ങനെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി നേരം എടുക്കും. നിങ്ങളിപ്പം കുഞ്ഞുങ്ങളാണ്, പഠിച്ചു വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്തോ. പക്ഷെ നിങ്ങൾ ഇതുകൂടെ പഠിച്ചു വെക്കണം കേട്ടോ. ഞാൻ 2 കൊണ്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ ഇട്ട് തന്നെ ഡിവൈഡ് ചെയ്യും. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ അത് ചെയ്യുന്നത്. ആദ്യം നമ്മൾ 7 എടുക്കും. 2ന്റെ ടേബിളിൽ എത്ര പ്രാവശ്യം ഉണ്ട്? 7. 3 into 2 6. അപ്പൊ ആ 6, അപ്പൊ ഇവിടെ 7 ആയിരുന്നു, അതിൽ നിന്ന് 6 പോയാൽ എത്രയുണ്ട്? 1. ആ 1 നമ്മൾ ഇവിടോട്ട് നോക്കും. അപ്പൊ ഇവിടെ എത്രയായി? 12 ആയി. ഇവിടെ 1 ആഡ് ചെയ്ത് 3 ആക്കുമല്ല, ഇതിന് ഇപ്പുറത്ത് എഴുതിയിട്ട് നമ്മളത് 12 ആക്കുവാണ്. 12ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 2. 6 into 2 12. കേട്ടോ, നമുക്ക് 36 കിട്ടിയില്ലേ? അതേപോലെ ഇനി ഇതും 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, കാരണം 1ന്റെ പ്ലേസ്. ഇനി അതുകൂടെ പറയട്ടെ, 2 കൊണ്ട് ഡിവിസിബിൾ ആണോ നമ്മൾ പെട്ടെന്ന് അറിയുന്നത് എങ്ങനെ? ഡിവൈഡ് ചെയ്ത് നോക്കാതെ 1ന്റെ പ്ലേസിൽ 0, 2, 4, 6, 8, അതായത് ഈവൻ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ, ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്കത് 2ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് പറ്റും. നമ്മൾ ആദ്യം ഏതെടുത്തു? 3 എടുത്തു. 3ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 1 അല്ലേ ഉള്ളൂ. 1 into 2 2, ബാലൻസ് 1 ഉണ്ട് ഇല്ലേ? 3ന്ന് 2 പോകെ 1 ഉണ്ട്, ആ 1 ഇങ്ങോട്ട് എടുത്തു. 60, 8 into 2 60. ഇനി 2, ഇതിനെ നമുക്ക് അറിയാം, അല്ലാതെ തന്നെ അറിയാം. 8 ഇവിടെ വന്നിട്ടുണ്ട്, അല്ലാതെ തന്നെ അറിയാം, ടേബിളിലുണ്ട്, നിങ്ങൾക്ക് അറിയാം. 9 into 2 ആണ് 80. ഇനി 9 2 കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പൊ അടുത്ത പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ള ഏതാ നമ്മുടെ അടുത്ത പ്രൈം നമ്പേഴ്സ്? 2, 3, 5 എന്നാ. അപ്പൊ 3 എടുക്കാം. 3യുടെ ടേബിളിലില്ലേ? 3 into 3 9. 3യെ പിന്നെയും ചെയ്യാം 1. ഇവിടെ കിട്ടുന്ന വരെ ചെയ്യണം. അപ്പൊ എന്നിട്ട് നമ്മൾ എടുത്തെഴുതുക. എങ്ങനെയാണ്? 72 is equal to 2 into 2 into 2 into 3 into 3. That is 2 raised to 3 into 3 raised to 2. എളുപ്പമല്ലേ മക്കളെ? ഇത് നിങ്ങൾ ചെയ്ത് അങ്ങ് പഠിച്ചോളും കേട്ടോ. ഈ ഫാക്ടറൈസേഷൻ നിങ്ങൾക്ക് അഥവാ ഇങ്ങനെ അവിടെ ഇട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കറക്റ്റായിട്ട് തെറ്റാതെ എഴുതണം കേട്ടോ. നമുക്ക് അടുത്തത് ചെയ്യാം. 432. ഇതുപോലെ തന്നെയാണ്. ഇത് 2ന്റെ മൾട്ടിപ്പിൾ ആണ്. 1ന്റെ പ്ലേസിൽ 2 ഉണ്ട്, അപ്പൊ 2 കൊണ്ട് ചെയ്യുവാണ്. ആദ്യം 4 ഉണ്ട്. 2 into 2 4. അടുത്ത പ്ലേസ് എടുത്തു 3. 2 into 1 2, ബാലൻസ് 1 അല്ലെ? 2 കഴിഞ്ഞവിടെ ബാലൻസ് 1, അപ്പൊ അതിവിടെ ആഡ് ചെയ്ത് 12. 6 into 2 12. ഇനി 2 കൊണ്ട് പറ്റും. 1ന്റെ പ്ലേസിൽ 6 ആണ്, അതുകൊണ്ട് ആദ്യം 2 എടുത്തു. 1 into 2 2. അടുത്ത പ്ലേസ് എടുത്തു 1ൽ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ 0 കൊടുക്കണം. എന്നിട്ട് ഈ 1 ഇങ്ങോട്ട് എടുത്തിട്ട് 16 ആക്കണം. അപ്പം എത്ര കിട്ടും? 8 into 2 60. ഇനി ഇതിനെ 2 കൊണ്ട് പറ്റും, കാരണം 1ന്റെ പ്ലേസിൽ 8 ആയതുകൊണ്ട്. ആദ്യം 1 എടുത്ത് പറ്റില്ല, അടുത്ത പ്ലേസും കൂടെ എടുക്കണം. 10. 5 into 10, 8നകത്ത് 4. ഇനി 2 കൊണ്ട് പറ്റും. 1ന്റെ പ്ലേസിൽ 4 ആയതുകൊണ്ട് ആദ്യം 5 എടുത്തു. എത്രയാണ്? 2 into 2 4 അല്ലേ? അപ്പം ബാക്കി എത്ര ഉണ്ട്? 5ന്ന് 4 പോകെ 1. ആ 1 ഇങ്ങോട്ട് എടുത്ത് 14 ആക്കി. 7 7 into 14. ഇനി ഇതിന് 2 കൊണ്ട് പറ്റുമോ? 1ന്റെ പ്ലേസിൽ 7 വന്നു. പക്ഷെ ഇത് ആരുടെ മൾട്ടിപ്പിളാ? 3യുടെ ടേബിളിലുണ്ട്. അപ്പൊ 3 കൊണ്ട് പറ്റും. 9
27. അതിനെ 3 കൊണ്ട് പറ്റും 3. അതിനെ ഇനിയും 3 കൊണ്ട് പറ്റും 1. അല്ലെങ്കിൽ തന്നെ 3യുടെ മൾട്ടിപ്പിൾ വലിയ സംഖ്യ ഇപ്പൊ ചെറുതായിട്ട് നിങ്ങൾക്ക് 27 ആയിട്ട് മനസ്സിലായി 9 ഉണ്ടെന്ന് 3യുടെ ടേബിൾ ഉണ്ടെന്ന് മനസ്സിലായി 9 × 3 ആണ്. ഇപ്പൊ വലിയ വലിയ സംഖ്യകളാണെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾ ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആ ഡിജിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യും. ഇവിടെ 27 അല്ലേ, 2 + 7 അപ്പൊ എത്രയാണ് 9. അത് 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് 9 കൊണ്ട് ആ സംഖ്യയെ പൂർണ്ണമായിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതാമല്ലോ. 432 = എത്രയാ, 4 2 ഉണ്ട്, 3 3 ഉണ്ട്. 3 × 3 × 3 that is equal to 2⁴ × 3⁵3. എളുപ്പല്ലേ? ഓക്കെ, നമുക്ക് തേർഡ് വൺ ചെയ്യാം. 1000 ആണ്. ഇനിയിപ്പോൾ ഇത് പഠിച്ച കാരണം നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുക, തന്നെ ചെയ്യുക, എവിടെങ്കിലും തെറ്റ് പറ്റിയെന്ന് നോക്കുക. ഓക്കെ, അടുത്ത ഞാൻ ചെയ്യാം. 1000 കാണുമ്പോൾ തന്നെ അറിയാം 2ന്റെ മൾട്ടിപ്പിൾ ആണ്. 1ന്റെ പ്ലേസ് 0. 1 എടുത്തു, പറ്റില്ല. അപ്പൊ അടുത്ത സ്ഥാനം കൂടെ എടുത്തു. 10 5 × 2 10. ബാക്കി 2 0 ആയി കിടക്കുന്നേ, അത് അതുപോലെ കൊടുത്തു. ഇതിനെയും പറ്റും 2 കൊണ്ട്. 1ന്റെ പ്ലേസിൽ 0 വന്നത്. ആദ്യം 5 എടുത്തു. 2 × 2 4. 4 കഴിഞ്ഞാൽ ബാലൻസ് 1. ആ 1 ഇങ്ങോട്ട് കൂട്ടി 10. 5 × 2 10. ഒരു 0 കിടക്കുന്നു, 0 കൊടുത്തു. ഇനി അതിനെ 2 കൊണ്ട്, കാരണം 1ന്റെ പ്ലേസിൽ 0. ആദ്യം 2 എടുത്തു, 1. ഇനി 5ൽ എത്ര ആവശ്യമുണ്ട്? 2 × 2 4. ബാലൻസ് 1, അത് അങ്ങോട്ട് കൊടുത്തു. 5 10 ആയി 5. ഇനി ഇതിനെ 2 കൊണ്ട് പറ്റുമോ? 1ന്റെ പ്ലേസിൽ 5. പക്ഷെ 5ന്റെ മൾട്ടിപ്പിൾ ആണ്. നമുക്ക് എങ്ങനെ മനസ്സിലാവാം? 1ന്റെ പ്ലേസിൽ 0യോ 5ഓ വന്നാൽ അത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 5 കൊണ്ട് പറ്റും. ഏതാ? 1 എടുത്ത് പറ്റുമോ? ഇല്ല. അപ്പൊ ആദ്യം 12 എടുക്കാം. 5 × 2 10. 10 കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എത്രയുണ്ട്? 2 ഉണ്ട്. ആ 2 ഇങ്ങോട്ട് കൂട്ടുക. അപ്പൊ 25. 5 × 5 25. ഇതിനെ സിമ്പിൾ ആയിട്ട് നമുക്ക് 5ന്റെ എന്ന് പറയാം. ഇതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് 5 എന്ന് പറയാം. അപ്പൊ നമുക്ക് എഴുതാം. എന്താണ്? 1000 = 1 × 2 × 2 1 × okay 5. That is 2⁵3 × 5⁵3. സിമ്പിൾ അല്ലേ? ഓക്കെ, നമുക്ക് ഒത്തിരി അങ്ങ് സ്ലോ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് ഇതറിയാം. നമുക്ക് പെട്ടെന്ന് പ്രോബ്ലം ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്തത് 4-മത്തതാണ്. 16,000. ഇത് 2ന്റെ മൾട്ടിപ്പിൾ ആണോ? പറ. അതെ. എങ്ങനെ മനസ്സിലായി? 1ന്റെ പ്ലേസ് 0. 2 കൊണ്ട് പറ്റും. 1 എടുത്ത് പറ്റത്തില്ല. അപ്പൊ 16 എടുത്തു. 8. 3 0 ആണ്ടത് അതുപോലെ കൊടുത്തു. ഇതിനെ 2 കൊണ്ട് പറ്റും, കാരണം 1ന്റെ പ്ലേസ് 0. ആദ്യത്തെ പ്ലേസ് എടുത്തു. 4 × 2 8. 3 0 ഇട്ട് കൊടുത്തു. ഇനി ഇതിനെ 2 കൊണ്ട് പറ്റും. ഇനി 2 × 2 4 എടുത്ത് 2 × 2 4. ബാക്കി ഇത് കൊടുത്തു. ഇനി ഇതിനെ 2 കൊണ്ട് പറ്റും, കാരണം 1ന്റെ പ്ലേസ് 0 ആണ്. ഇതാണ് 1 × 2 2. ബാക്കി കൊടുത്തു. ഇനി ഇതിനെ 2 കൊണ്ട് പറ്റും. അപ്പൊ എത്ര വരും? ആദ്യം 1 എടുത്ത് പറ്റില്ല. അടുത്ത സ്ഥാനം കൊടുത്തു 10. 5 × 2 10. ബാക്കി 2 0 കൊടുത്തു. ഇനി ഇതിനെ 2 കൊണ്ട് പറ്റും, കാരണം 1ന്റെ പ്ലേസിൽ 0 ആയ. ആദ്യം 5 എടുത്തു. 2 × 2 4. 4 കഴിഞ്ഞ് ബാലൻസ് 1. ആ 1 ഇങ്ങോട്ട് കൂട്ടി 10 ആക്കി. 5 × 2. ഇനി ഇതിനെ 2 കൊണ്ട് പറ്റും, കാരണം 1ന്റെ പ്ലേസിൽ 0. 2 എടുത്തു. 1 1 × 2 2. 5ല് 2 × 2 4. 4 കഴിഞ്ഞാൽ ബാലൻസ് 1. അത് ഇങ്ങോട്ട് കൊടുത്ത് 10. 125. ബാക്കി ഇവിടെ ചെയ്യാവേ. 125നെ നീ ഏതുകൊണ്ട് പറ്റും? 1ന്റെ പ്ലേസിൽ 5 കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് 5 കൊണ്ട് ചെയ്യാം അല്ലേ? 5. 1 എടുത്ത് പറ്റില്ല. 12 എടുത്തു. അപ്പൊ എത്ര വരും? 5 × 2 10. ബാക്കി 2. 12ൽ നിന്ന് 10 പോകാൻ ബാലൻസ് 2 ഉണ്ട്. ആ 2 ഇങ്ങോട്ട് കൂട്ടി 25. അപ്പൊ 25ന് പറ്റും. ഇതുകൊണ്ട് പറ്റാന്ന് പറയാം. ഓക്കെ, നമുക്കപ്പോൾ ഇത് എഴുതി നോക്കാം. സംഖ്യ എത്രയാണ്? 16,000 = എത്ര 2 ഉണ്ട്? 1 2 3 4 5 7. 7 2 ഉണ്ട്. 2 4 7 ഇൻറ്റു എത്ര 5 ഉണ്ട്? 3 5. 1 2 3. അപ്പൊ നമുക്ക് എഴുതാം 2⁵7 × 5⁵3. എളുപ്പമല്ലേ? സിമ്പിൾ ആണ്. ഇത് പ്രൈം നമ്പേഴ്സ് എന്നാന്ന് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ ഡിവൈഡ് ചെയ്യാനും നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ
വെളിയിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക. 16,000 ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എഴുതുക, 8,000 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എഴുതുക. അതൊക്കെ സമയമെടുക്കും. നിങ്ങൾ എങ്ങനെ ഇത് ഇങ്ങനെയോടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ മക്കളെ. ഓക്കെ, എല്ലാവരും ചെയ്യണേ. താങ്ക് യു.